എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ദാനിയേൽ 3:16 മുതൽ 18 വരെ. നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ മുൻപാകെ ധൈര്യപൂർവ്വം നിൽക്കാൻ തൻ്റെ ഇടം കാട്ടിയ 3 ചെറുപ്പക്കാരുടെ മൊഴികളാണ് ഇവിടെ നമ്മൾ വായിച്ചത്. തൻ്റെ പ്രജകൾ ഏത് ദൈവത്തെ നമസ്കരിക്കണമെന്ന് തൻ്റെ ഗാംഭീര്യത്തിൻ്റെ പ്രതാപത്തിൽ സ്വയം നിശ്ചയിക്കാൻ ധാർഷ്ട്യത്തോടെ ഒരുമ്പിടുന്ന ഒരു രാജാവിനെ ഇവിടെ കാണുന്നു. തൻ്റെ ആജ്ഞ അനുസരിക്കാൻ കൂട്ടാക്കാത്തവരുടെ അന്തം താൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തും പ്രവർത്തിക്കാൻ തനിക്ക് അധികാരമുണ്ട്. എന്നാൽ 3 എബ്രായ ബാലന്മാർക്ക് ഒരു കാര്യം തീർച്ചയാണ്: ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് സർവശക്തനായ യഹോവ മാത്രം. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുമോ അതോ തങ്ങൾക്ക് വേണ്ടി ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത അത്ഭുതം പ്രവർത്തിക്കുമോ എന്നൊന്നും അവർക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. നാളിതുവരെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ആരും രക്ഷപ്പെട്ട ചരിത്രവുമില്ല. എങ്കിലും അവർ ഉറച്ചു നിന്നു. ഈ രാജാവ് ശക്തനാണ്. ബാബേൽ രാജ്യവും തങ്ങളും മുഴുവൻ അവൻ്റെ അധീനത്തിലുമാണ്. എങ്കിലും തങ്ങളുടെ ദൈവം സർവശക്തനും സർവലോകത്തിൻ്റെയും അധിപതിയുമാണ്. അവിടുത്തെ കരുണയ്ക്കായി അവിടുത്തെ കരങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്ത ഈ 3 ജീവിതങ്ങൾ ദൈവം മഹത്വമെടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് മാത്രം അതിനു മുൻപും അതിനു ശേഷവും നടന്നിട്ടില്ലാത്ത ഒരു മഹാ അത്ഭുതം അവിടെ നടന്നു. അതിമഹത്തായ തൻ്റെ സംരക്ഷണം എന്തെന്ന് അവരെയും നമ്മെയും പഠിപ്പിച്ചു. അഗ്നിജ്വാലയിൽ 4-മനായി തിരുസാന്നിധ്യം അവരോടൊപ്പം ഇറങ്ങി പുതപ്പ് പോലെ അവരെ മൂടിക്കളഞ്ഞു. അതുകൊണ്ട് തീയുടെ ചൂടോ മണമോ പോലും അവരെ ഏശിയില്ല. ഇന്നും അതുപോലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. അതിനുവേണ്ടി ഒരുക്കമുള്ള ദൈവമാണ്. തനിക്ക് ആരിൽ കൂടെ ബലവാനാകാൻ കഴിയുമെന്ന് കാണിക്കേണ്ടതിന് തൻ്റെ ദൃഷ്ടി തങ്കലേകാഗ്രചിത്തന്മാരായവർക്ക് വേണ്ടി ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. 2 ദിനവൃത്താന്തം 16:9 അത് നമ്മൾ വായിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക വലിയ നന്മ അവിടുന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് ഒരു കാര്യമാണ് വേണ്ടത്: എന്തെല്ലാം വന്നാലും ഈ ദൈവത്തിൻ്റെ ഒപ്പം ഉറച്ച് നിൽക്കും എന്ന് തീരുമാനിക്കുക. ദൈവം അങ്ങനെയുള്ളവരെ തീർച്ചയായും മാനിക്കുക തന്നെ ചെയ്യും. ഹബക്കൂകിൻ്റെ സമർപ്പണവും ഇതിന് സമാനമാണ്. അത്തിവൃക്ഷം തളിർക്കാതെ ഇരുന്നാലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകാതെ ഇരുന്നാലും, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിക്കാതിരുന്നാലും, അങ്ങനെ ആടുമാടുകൾ നശിച്ചു പോയാലും, എന്ത് നഷ്ടം സംഭവിച്ചാലും യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുമെന്ന് ഹബക്കൂഗ് തൻ്റെ സമർപ്പണത്തെ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നു. പലസ്തീൻ നാട്ടിലെ പുഷ്ടി മുഴുവൻ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട് ഹബക്കൂഗ്. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും ഒലിവുമരവും ആ നാട്ടിലെ ഫലം പുറപ്പെടുവിക്കുന്ന പ്രധാന വിളകളാണ്. നിലങ്ങളിൽ നിന്ന് ധാന്യം ശേഖരിക്കുന്നു. കന്നുകാലികളും ആട്ടിൻകൂട്ടവും പാലും മാംസവും തരുന്നു. ഭൗതിക സമൃദ്ധിയുടെ എല്ലാ വശങ്ങളും ഇവിടെ വിശദമായി പറഞ്ഞിരിക്കുന്നു. 4-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് കാണുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്.
ഇവയെല്ലാം നഷ്ടപ്പെടുമ്പോൾ ദുഃഖവും സ്വാഭാവികമായി ഉണ്ടാവാം. ഹബക്കൂക്ക് തൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് ഭൗതികമായ നേട്ടങ്ങളിലല്ല, രക്ഷിതാവായ ദൈവത്തെങ്കിലാണ്. അതുകൊണ്ട് ഇവ ഉണ്ടെങ്കിലും ഇതെല്ലാം നഷ്ടപ്പെട്ടാലും തനിക്ക് സന്തോഷത്തിനൊരു കുറവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ലഭിച്ച നന്മകൾ ദൈവം നൽകിയ ദാനമാണ്. അവയെല്ലാം നഷ്ടപ്പെട്ടാലും നാഥൻ തൻ്റെ കൂടെയുണ്ട് എന്ന സന്തോഷവും ധൈര്യവും നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം ഭൗമിക സമൃദ്ധിയിലാണോ അതോ സർവവല്ലഭനായ ദൈവത്തിലാണോ? ലോകത്തിൻ്റെ നഷ്ടങ്ങളും ലാഭങ്ങളും കണക്കിലെടുത്ത് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ അത് ദൈവം ഏറ്റെടുക്കും, ദൈവം മാനിക്കും. തീച്ചുളയിൽ നിന്ന് 3 ചെറുപ്പക്കാരെ വിടുവിച്ച കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവം ലഭിക്കേണ്ടതുണ്ട്. അതിനായി പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സമർപ്പണത്തെ പുതുക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന വചനത്തിൻ്റെ ആ വലിയ സന്ദേശത്തിനായി നന്ദിയോടെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരാണെന്നുള്ള ബോധത്തോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും സേവിച്ചും ജീവിക്കുന്ന നല്ല ആയുസ്സിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ അവിടുന്ന് വാർത്തെടുക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിറവിൽ പുതുവർഷം ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശുമശിഹായുടെ കരുണയും കൃപയും നാം ഏവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.